നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയല്ല, പക്ഷേ അതിന് പകരമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ഇദ്ദേഹമാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഓഫ് ഇന്ത്യ. ഇപ്പൊ ഗ്യാസ് ഏകദേശം നമ്മുടെ വീടുകളിലേക്ക് കിട്ടുന്നത് നിന്നലായി തുടങ്ങിയിരിക്കുന്ന യുദ്ധമാണ് ഇതിന്റെ പുറകില്. നമ്മൾ അടിമകളായതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനി നന്നായിട്ട് അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ഇത് ആരോട് പോയി ചോദിക്കണം? ആരോട് ചോദിക്കണ്ടേ? സുരേഷ് ഗോപി ചേട്ടനോടാ ചോദിക്കണ്ടേ. സുരേഷ് ഗോപി ചേട്ടനാണ് ഈ ഗ്യാസിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു മന്ത്രി എന്നതിനാൽ ഈ ചെങ്ങാതിയെ ചോദിക്കണ്ടേ. പക്ഷെ നമുക്ക് ഉത്തരം കിട്ടില്ല. എന്തായാലും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും BJPയുടെ ആരെങ്കിലും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒരു ഉത്തരം പറയണ്ടേ എന്ന നിലയ്ക്കായിരിക്കാം ഗ്യാസിന്റെ ഒരു കാര്യം ഈ ഒരു മനുഷ്യരോട് ചോദിച്ചത്. കേട്ടോക്കി. ഇപ്പോ മധ്യേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം വി മുരളീധരനാണ്. ഒറ്റ ഒരു കാര്യം ആദ്യം പറഞ്ഞുതരാം. എനിക്ക് ഈ മനുഷ്യനെ ഇഷ്ടമല്ല. ഇയാൾ കുറെ കാലം മുമ്പ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇവിടെ നടക്കുന്ന സമയത്ത് നമുക്കന്ന് ഈ പെട്രോളിന്റെ വില വർധനയും മറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഈ വി മുരളീധരനോട് നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ആളുകൾ ഈ പെട്രോളിന് മറ്റുള്ള സ്ഥലത്തെല്ലാം വില കുറഞ്ഞുകൊണ്ടിരിക്കല്ലേ, സ്വാഭാവികമായിട്ട് ഇവിടെയും വില കുറയണ്ടേ, ഇവിടെ വില കൂടുകയാണല്ലോ എന്നൊക്കെയുള്ള ചില സംഗതികളൊക്കെ ചോദിച്ചു. അതിന് അന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്, അപ്പൊ അതിൽ ചെറിയ എന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അത് ടോട്ടലായിട്ട് വർധന ഉണ്ടാവുന്നില്ലല്ലോ, വില കുറയുകയാണ് ചെയ്യുന്നത്. ധനമന്ത്രി അങ്ങനെ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അതിനെല്ലാം മറുപടി പറയേണ്ട ആവശ്യമില്ല. അല്ല, ലോജിക്കലൊന്നുമില്ല. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്. ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം 2 രൂപയിലധികം കുറഞ്ഞു. ഇതിപ്പോ തിരുവി എത്ര കൂട്ടിയത്? ആ ടോട്ടൽ വില കൂടുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇന്നലെ വരെ കൊടുത്തിരുന്ന തുകയിൽ നിന്ന് കൂടുതൽ പോകുന്നില്ല. ഇത് ഈ പണം ആരും വിട്ടുകൊണ്ടുപോകില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുവരെക്കും മനസ്സിലായ അന്താരാഷ്ട്ര വിപണിയിലെ പെട്രോളിയം സംഗതിക്ക് വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയും കുറയണ്ടേ? നമ്മൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്നല്ല വാങ്ങിക്കുന്നേ. അന്താരാഷ്ട്ര വിപണിയിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനം ഇവിടേക്ക് കൊടുക്കുമ്പോൾ അതിൽ വില കുറഞ്ഞ് കിട്ടണം. പക്ഷേ അവിടുന്ന് 10 രൂപയ്ക്ക് വാങ്ങിക്കുന്നു, ഇവിടെ 15 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇത് കൊള്ളയല്ലെന്ന് ചോദിക്കുമ്പോൾ മൂപ്പര് പറയുന്ന അടുത്ത ഉത്തരം ഇങ്ങനെയാണ് കേട്ടോ: കോൺഗ്രസ് ഭരണകാലത്ത് ഇതിനകത്ത് വലിയ തട്ടിപ്പ് നടന്നിരുന്നു, വലിയ വെട്ടിപ്പ് നടന്നിരുന്നു. ഇന്ന് ഇതെല്ലാം നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇവരൊക്കെ അഭിപ്രായ പ്രകാരം അന്ന് കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നർത്ഥം. കക്കൂസ് ഉണ്ടായോ, ഇപ്പോഴും പറമ്പിൽ തന്നെയാണ് യുവന്മാരൊക്കെ തൂറുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ വിഷയമാണ്. ഇപ്പോഴാ ഗ്യാസ് അതിഭീകരമായിട്ട് അതിന്റെ ക്യൂകള് ഇപ്പോൾ തന്നെ ഒരു മനുഷ്യന്റെ ഇതിന്റെ ഭാഗമായിട്ട് മരിച്ചു കഴിഞ്ഞു. ഗ്യാസിന് ക്യൂ നിന്നിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞു. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശശികല ടീച്ചർ എന്ന് പറയുന്ന ആ ടീച്ചർക്ക് എന്തെങ്കിലുമൊക്കെ ഉത്തരം പറയാനുണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ അവർ പറയണ്ടേ? ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളല്ലേ എന്ന നിലയ്ക്ക് ഞാൻ വെറുതെ ശശികല ടീച്ചർ എന്ന് പറയുന്ന BJPയുടെ അവരെ പേജിലേക്ക് ഞാൻ കയറി നോക്കി. എന്തെങ്കിലും ഉണ്ടാവണ്ടേ? അപ്പോഴതാ കിടക്കുന്നു. ക്യൂ നിന്നത് 2 മണിക്കൂർ. പഞ്ചാബിലെ ബർണാലയിൽ LPG സിലിണ്ടർ വാങ്ങാൻ നിന്ന വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. എന്നിട്ട് ആയം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നോട്ട് നിരോധനത്തിന് ശേഷം ഇത്തരം വാർത്ത ഇപ്പോഴാ പിന്നെ കാണുന്നത്. എന്തായാലും ഞാൻ ക്യൂ നിൽക്കുന്നില്ല. എൻ്റെ ഒക്കെ കാര്യം സേഫാണ്. കേരളമാണല്ലോ, ഏകദേശം സേഫാണ്. എൻ്റെ വീട്ടിൽ വിറകടുപ്പും ബയോഗ്യാസും ഉണ്ട്. ഇന്റെ കാര്യം നേരായ മതി. ഇതിനൊക്കെ പണ്ട് പറയും, ഞാനും എന്റെ ഭർത്താവും എന്റെ വീടിന് തൊട്ടടുത്ത് ഒരു തട്ടാനും മതി ജീവിക്കാന്നൊക്കെ പറയും. അമ്മാതിരി വർത്തമാനമാണ് ഇപ്പൊ ശശികല ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ വീട്ടില് ബയോഗ്യാസും വിറകടുപ്പുണ്ട്, അടുക്കളയിൽ കരിയും പുകയും ഒക്കെ ഇത്തിരി ഉണ്ട്, അത്ര പത്രാസ് മതി എന്ന് ഞങ്ങൾ പണ്ടേ തീരുമാനിച്ചു. ഗ്യാസ് ഒക്കെ എത്ര കാലം കിട്ടും എന്നായിരുന്നു അച്ഛന്റെ ചോദ്യം. പുറത്തു നിന്ന് വരുന്ന ഏത് സാധനം ഇപ്പോൾ വേണമെങ്കിൽ നിൽക്കാം. ഒരു ലോറി സമരം വന്നാൽ മലയാളിയും പച്ചിലയും മണ്ണും തിന്നേണ്ടി വരില്ലേ? ഓർത്താൽ കൊള്ളാം. ഗ്യാസിന്റെ ദാരിദ്ര്യം തീർന്ന് നമ്മളതൊക്കെ വീണ്ടും മറക്കും. ഇതിനൊക്കെ ഈ ആയമ കുറ്റം പറയേണ്ടത് ഇന്ത്യ ഗവൺമെന്റിനെയും മോഡിജി ആയതിനാൽ ആയമ വളരെ പെട്ടെന്ന് ഇതിനൊക്കെ മായ്ച്ച് പച്ചില വെള്ളവും മറ്റൊക്കെ ആക്കി തീർത്തു. ആ 2 മണിക്കൂർ ക്യൂ നിന്ന് ഒരു വയോധികൻ മരിക്കാനിടയായത് ഇവിടുത്തെ ഭരണത്തിന്റെ നേട്ടം കൊണ്ടാണെന്ന് ടീച്ചർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും ഇനിയിപ്പോ ഇവന്മാരുടെ ഉത്തരങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ലാത്ത ഉത്തരമായിരിക്കും. എന്തായാലും കേട്ടുപോകും. ഇപ്പോ മധ്യേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, ആ യുദ്ധത്തിന്റെ പേരിൽ
ഇന്ത്യയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, ആ നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളത്. എന്ത് നടപടി? ഇന്നത്തെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം, LPG-യുമായിട്ട് 2 ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നു എന്നുള്ളതാണ്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള നയതന്ത്ര ബന്ധം, ആ നയതന്ത്ര ബന്ധമാണ് ഇതിനുള്ള കാരണം. എങ്ങനെ ഇന്ത്യയും ഇറാനും തമ്മിൽ ഊഷ്മളമായ നയതന്ത്ര ബന്ധം, അതെങ്ങനെ സാധ്യമാവുമെന്ന് എനിക്ക് മനസ്സിലാവട്ടെ. ഈ അടുത്ത സമയത്ത് ഇന്ത്യയിലേക്ക് വന്നൊരു കപ്പൽ, ഇറാന്റെ കപ്പൽ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളൊക്കെ ഏകദേശം ഇന്ത്യയുടെയും ഒപ്പം തന്നെ ശ്രീലങ്കയുടെയും അതിർത്തിയിൽ വെച്ചിട്ടാണ് അതിന് അമേരിക്ക വെടിവെച്ചിട്ട് തകർത്ത് കളഞ്ഞത്, ബോംബിട്ട് തകർത്ത് കളഞ്ഞത്. പിന്നെ എന്തോന്ന് നയതന്ത്രജ്ഞ ബന്ധം? ഇറാനുമായിട്ടല്ലല്ലോ ഇന്ത്യക്ക് നയതന്ത്രജ്ഞ ബന്ധം ഉള്ളത്, അമേരിക്കയുമായിട്ടല്ലേ. അമേരിക്ക ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനല്ലേ. പിന്നെ എങ്ങനെയാണ് അവിടെ നയതന്ത്രജ്ഞ ബന്ധം വരിക എന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. രണ്ടാമത്തെ ഒരു വിഷയം, ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് വഴി ഒരു കപ്പൽ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് പറയുന്നു, 2 കപ്പൽ പുറപ്പെട്ടു എന്ന് വരുന്നു. പക്ഷെ അതേ സമയം തന്നെ അതെല്ലാം ഫേക്ക് ന്യൂസാന്ന് തന്നെ കേന്ദ്രത്തിൽ തന്നെ ഒരു വാർത്ത എന്റെ മുമ്പിലേക്ക് എത്തിയിരുന്നു. കൃത്യമായി കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം. ബാക്കി കേൾക്കാം. മോദിജി LPG എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലെ കോൺഗ്രസ്സുകാര് പാർലമെന്റിൽ ബഹളം വെച്ചത്. അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, മോദിജി LPG കൊണ്ടുവരുന്നത് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. എന്തായാലും അത് പക്ക ഫേക്ക് ആണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇവന്മാര് നുണ പറയാനും ആക്ഷേപിക്കാനും ഉള്ള കാര്യം എന്താ പറയാ ഇല്ലാത്തതാന്ന് പറയാനും ഇല്ലാത്ത കാര്യം ഉള്ളതെന്ന് പറയാനൊക്കെ ഭയങ്കര മിടുക്കന്മാരാണ്. ഇതേ മനുഷ്യൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, കൃത്യം 1 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വയനാട്ടിലൊരു മഹാദുരന്തം സംഭവിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ വർത്താനം അത് കേൾക്കേണ്ടത് തന്നെയായിരുന്നു. കേട്ടോക്കൂ. ഒരു പഞ്ചായത്തിലെ 3 വാർഡ് അല്ല, അങ്ങനെയല്ല, നാട് മുഴുവൻ ഒലിച്ചു പോയി എന്നൊന്നും പറയരുത്. ഒരു പഞ്ചായത്തിലെ, ശരിയാണ്, നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഇത്, ഒരു നാടാകെ ഒലിച്ചു പോയി എന്ന് പറയുന്ന ഈ ദുരന്തത്തിന്റെ അത് അന്ന് പറഞ്ഞു, ഇപ്പൊ കേട്ടോട്ടെ. ആളുകളെ രക്ഷപ്പെടുത്താനും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഈ ദേശീയ ദുരന്തം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ പരിപൂർണമായിട്ട് ഉൾപ്പെടണം, പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഇതിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം സഹായധനമായിട്ട് മരണപ്പെട്ടവരുടെയും പരിക്കുപറ്റവരുടെയും കുടുംബങ്ങൾക്കുള്ള സഹായധനം പ്രഖ്യാപിച്ചു. വെല്ലം കിട്ടിയിട്ടുണ്ടോ? അതോടൊപ്പം സായുധ സേനകളുടെ എല്ലാ വിഭാഗങ്ങളും, വ്യോമസേന, നാവികസേന, കരസേന, അതോടൊപ്പം അതൊക്കെ അവിടെ കിടക്കട്ടെ. ചോദ്യം ഇത്രയേ ഉള്ളൂ, പ്രധാനമന്ത്രിയുടെ ഭാഗമായിട്ട്, കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് വയനാട്ടുകാർക്ക് 5ന്റെ പൈസ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ് എനിക്ക് ഇവന്മാരെ തീരെ വിശ്വാസമില്ല എന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.